Hello my dear students, good morning and welcome back to Business Regulations. Today we are going to have the 19th session of Business Regulations, and in that we are going to deal with contingent contracts, especially the rules regarding contingent contracts. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും കണ്ടിജന്റ് കോൺട്രാക്ട്സിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്ത് അവസാനിപ്പിച്ചത് അല്ലേ? എന്താണ് കണ്ടിജന്റ് കോൺട്രാക്ട്സ്? ഒരു കണ്ടീഷനെ ആസ്പദമാക്കിയിട്ട്, ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഇവന്റിന്റെ കണ്ടീഷനെ ആസ്പദമാക്കിയിട്ട് ഉണ്ടാക്കുന്ന കോൺട്രാക്ട്, അതിനെയാണ് കണ്ടിജന്റ് കോൺട്രാക്ട്. കണ്ടിജന്റ് കണ്ടീഷൻ അങ്ങനെ ഓർത്തിരുന്നാൽ മതി. അതായത് ഒരു കോൺട്രാക്ട് ഫോം ചെയ്യുമ്പോൾ ഒരു കണ്ടീഷൻ ഉണ്ടാവും. കണ്ടീഷൻ ഇല്ലാത്ത കോൺട്രാക്ടിനെ നമ്മൾ അബ്സല്യൂട്ട് കോൺട്രാക്ട് എന്നും പറഞ്ഞല്ലോ അല്ലേ? There are two types of contracts, absolute contract and contingent contract. Absolute contract, there is no condition. Whereas in contingent contract there is a particular condition. അതായത് happening or not happening of that condition. ഇതാണ് contingent contract. അപ്പോൾ അതിന്റെ റൂൾസ് ആണ് പറയുന്നത്. ഫസ്റ്റ് റൂൾ എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, if a person promises to do a certain act of the happening of an event, ഇവിടെ കണ്ടീഷൻ മീൻസ് an event ആണ് ഉദ്ദേശിക്കുന്നത്. ഒരു ഇവന്റ് നടക്കുകയോ നടക്കാതിരിക്കുകയോ അതിനെ ആസ്പദമാക്കി ഒരു കോൺട്രാക്ട് ഫോം ചെയ്യും. ആദ്യത്തെ റൂൾ പറയുന്നത് ഒരു ഇവന്റ് നടക്കുകയാണെങ്കിൽ അതിനെ ആസ്പദമാക്കി ഒരു കോൺട്രാക്റ്റിലെ പെർഫോമൻസ് പെർഫോം ചെയ്യും. ഓക്കെ. രണ്ടാമത്തെ റൂൾ പറയുന്നത് ഇതാണ്, ഒരു ഇവന്റ് നടക്കാതിരിക്കുമ്പോൾ അതിനെ ആസ്പദമാക്കി കോൺട്രാക്ട് ഫോം ചെയ്യും, അതിലെ കാര്യങ്ങൾ പെർഫോം ചെയ്യുകയും ചെയ്യും. അപ്പൊ ആദ്യത്തെ റൂള് ഒരു ഇവന്റ് നടന്നിട്ട് അതിനെ ആസ്പദമാക്കി കോൺട്രാക്റ്റും അതിന്റെ പെർഫോമൻസും. സെക്കൻഡ് റൂൾ പറയുന്നത് ഒരു ഇവന്റ് നടക്കാതിരുന്നു കൊണ്ട് അതിനെ ആസ്പദമാക്കിയിട്ടുള്ള കോൺട്രാക്റ്റും അതിലുള്ള പെർഫോമൻസും. ഓക്കെ. അപ്പൊ അതിൽ ആദ്യത്തെ റൂളാണ്, ഇഫ് എ person promises to do a certain act on the happening of an event, he is bound to perform it only if the particular event happens or not and not otherwise. അതായത് ഒരു കണ്ടീഷൻ പറയാണ്, ഇന്നത് സംഭവിച്ചാൽ ഇന്നൊരു കോൺട്രാക്ട് പെർഫോം ചെയ്യാം. എക്സാമ്പിൾ നോക്കൂ, റഹീം ആൻഡ് റോയ് ഒരു വളരെ ക്ലോസ് ഫ്രണ്ട്സ് ആണ്. അപ്പം റഹീം റോയിനോട് പറയാണ്, അവർക്ക് പരിചയമുള്ള ഒരു പെൺകുട്ടിയാണ് റാണി, നീ റാണിനെ കല്യാണം കഴിക്കുകയാണെങ്കിൽ ഞാൻ നിനക്ക് കുറച്ച് പൈസ തരാം എന്ന് പറയാണ്, സ്നേഹത്തിന്റെ പുറത്ത്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി റോയ്ക്ക് റാണിനെ കല്യാണം കഴിക്കാൻ പറ്റിയില്ല. റാണി പ്രസാദിനെയാണ് കല്യാണം കഴിച്ചത്. അപ്പം ഇവിടെ ആ ഒരു ഇവന്റ് ഹാപ്പനിങ് ആയില്ല, അത് ഇവന്റ് നടന്നില്ല അല്ലെ? റോയ് റാണിനെ കല്യാണം കഴിച്ചില്ല. അപ്പൊ അതുകൊണ്ട് റഹീമിന് റോയ്ക്ക് പൈസ കൊടുക്കണ്ട. ഫൈൻ. സോ എൻ ഇവന്റ് ഹാപ്പനിങ്ങിനെ ബേസ് ചെയ്തിട്ടാണ് ഒരു കോൺട്രാക്ട് ഫോം ചെയ്തത്. ഓക്കെ. ഇനി സെക്കൻഡ് റൂളില് ഒരു ഇവന്റ് നടക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ ബേസ് ചെയ്ത് ഒരു കോൺട്രാക്ട് ഫോം ചെയ്യാണ്. Okay, so if a person makes a promise to do a thing only on the non-happening of a certain event, ഒരു ഇവന്റ് നടക്കാതിരിക്കുകയാണെങ്കിൽ അതിനെ ബേസ് ചെയ്തൊരു കോൺട്രാക്ട് ഫോം ചെയ്യാണ്, അത് ബേസ് ചെയ്തൊരു പ്രോമിസ്. Then he is bound to perform it only when the particular event becomes impossible or not believed. For example നോക്കൂ, ശ്യാമും കൃഷ്ണയും. ശ്യാം പറയാണ് കൃഷ്ണയോട്, I will pay some amount if certain ship does not return. ഒരു പ്രത്യേക ഷിപ്പ് തിരിച്ചു വരാതിരിക്കുകയാണെങ്കിൽ ഞാൻ നിനക്ക് പൈസ തരാൻ പറയുകയാണ്. ആ ഷിപ്പ് മുങ്ങിപ്പോയി, അതുകൊണ്ട് ആ ഷിപ്പിന് ഇനി തിരിച്ചു വരാൻ പറ്റില്ല, അത് ഉറപ്പായി. അപ്പൊ ആ നോൺ ഹാപ്പനിങ് ഇവിടെ സംഭവിച്ചതുകൊണ്ട് കൃഷ്ണയ്ക്ക് എന്ത് ചെയ്യാം? ശ്യാമിന്റെ അടുത്ത് ക്ലെയിം ചെയ്യാം പൈസക്ക്. ഓക്കെ. സോ ആദ്യത്തെ രണ്ട് റൂള് കണ്ടിജന്റ് കോൺട്രാക്ട്സിനെ ബേസ് ചെയ്ത് മനസ്സിലായല്ലോ. ഓക്കെ. ഓക്കെ, നമുക്കിനി നമ്മളുടെ മൂന്നാമത്തെ റൂളിലേക്ക് പോവാം. മൂന്നാമത്തെ റൂൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, ഒരു അൺസർട്ടൻ ഇവന്റ് ഒരു പർട്ടിക്കുലർ ടൈം പീരീഡിനുള്ളിൽ സംഭവിക്കുകയാണെങ്കിൽ the performance
of a contract can be formed. The contract can be performed. ഇതാണ് മൂന്നാമത്തെ റൂൾ പറയുന്നത്. അതായത് ഒരു ഫിക്സഡ് ടൈമിന്റെ ഉള്ളിൽ ഒരു അൺസർട്ടൺ ഇവന്റ് നടക്കുകയാണെങ്കിൽ the contract can be performed. എക്സാമ്പിൾ നോക്കൂ, അനിൽ ആൻഡ് ബിബിൻ. അനിൽ എന്ത് ചെയ്തു? ബിബിന് കുറച്ച് എമൗണ്ട് പ്രോമിസ് ചെയ്തു. എന്തിനാ പ്രോമിസ് ചെയ്തത്? ഇഫ് സർട്ടൺ ഷിപ്പ് റിട്ടേൺസ് വിത്തിൻ എ ഇയർ, ഒരു കൊല്ലത്തിനുള്ളിൽ ഒരു ഷിപ്പ് വന്നാൽ, ആ ഷിപ്പ് വരുന്നുള്ള കാര്യം ഇറ്റ് ഇസ് അൺസർട്ടൺ ആണ്. അപ്പൊ ഒരു ഷിപ്പ് ഒരു കൊല്ലത്തിനുള്ളിൽ വന്നാൽ അനിൽ എന്ത് ചെയ്യും? ബിബിന് കുറച്ച് പൈസ കൊടുക്കും. പക്ഷെ ആ ഒരു ഇയർ കഴിഞ്ഞിട്ടും ആ ഷിപ്പ് വന്നില്ല എന്നുണ്ടെങ്കിൽ ഈ കോൺട്രാക്ട് വോയിഡ് ആയി പോയി. ഇനി ആ വിത്തിൻ എ ഇയറിനുള്ളിൽ ആ ഷിപ്പ് സിങ്ക് ചെയ്ത് പോയാൽ പിന്നെ ആ ഷിപ്പിന് തിരിച്ചു വരാനുള്ള സാധ്യതയില്ല. അപ്പോഴും ഈ കോൺട്രാക്ട് എന്തായി? വോയിഡ് ആയിട്ട് പോവാണ്. അതാണ് മൂന്നാമത്തെ റൂൾ. നാലാമത്തെ റൂൾ പറയുന്നത് എന്താണ്? ഇഫ് സർട്ടൻ ഇവന്റ് ഡസ് നോട്ട് ഹാപ്പൻ വിത്തിൻ എ ടൈം പീരിയഡ്, so that a contract can be performed. എക്സാമ്പിൾ പറയുന്നു, അമൽ ആൻഡ് ബിമൽ. അമൽ പറയാണ് ബിമലോട്, I will pay you certain amount of money when certain ship does not return. ഒരു ഷിപ്പ് വരാതിരുന്നാൽ ഞാൻ നിനക്ക് ഒരു എമൗണ്ട് തരാം. വിത്തിൻ എ പീരീഡ് ആണ്. അപ്പൊ ആ പീരീഡിന്റെ ഉള്ളിൽ ആ ഷിപ്പ് വന്നില്ല, അല്ലെങ്കിൽ ആ പീരീഡിന്റെ ഉള്ളിൽ ആ ഷിപ്പ് ഡിസ്ട്രോയ് ആയി പോയി. രണ്ടും സംഭവിച്ചാലും അമൽ എന്ത് ചെയ്യണം? ബിമലിന് പേ ചെയ്യണം. ഇതാണ് നാലാമത്തെ റൂൾ. അപ്പൊ 4 റൂൾസ് നമ്മൾ കണ്ടു. ഇതിലെല്ലാം ഓരോ കണ്ടീഷൻസ് ആണ്. ആദ്യത്തെ റൂളിലെ കണ്ടീഷൻ എന്തായിരുന്നു? ഹാപ്പനിങ് ഓഫ് ആൻ ഇവന്റ്. രണ്ടാമത്തെ റൂളിലെ കണ്ടീഷൻ എന്തായിരുന്നു? നോൺ ഹാപ്പനിങ് ഓഫ് ആൻ ഇവന്റ്. മൂന്നാമത്തെ ലോ happening of an uncertain event during a particular time or a fixed period. നാലാമത്തേതോ not happening of an event during a fixed time. Okay, so ഇങ്ങനെയാണ് 4 റൂൾസ് വന്നിട്ടുള്ളത്. ഓക്കെ, ഓക്കെ, നമ്മുടെ കണ്ടിജന്റ് കോൺട്രാക്റ്റിന്റെ 5ാമത്തെ റൂൾ എന്താണെന്ന് നോക്കാം. That means a condition of inherent impossibility. അതായത് ഒരു തുടർച്ചയായിട്ടുള്ള ഇമ്പോസിബിലിറ്റി, ഒരിക്കലും സാധ്യമല്ലാത്ത ഒരു ഇമ്പോസിബിലിറ്റിനെ ബേസ് ചെയ്ത് അത് നടക്കുമെന്ന് വിശ്വസിച്ച് ബേസ് ചെയ്ത് ഫോം ചെയ്യുന്ന ഒരു കോൺട്രാക്ട്, അത് തീർച്ചയായിട്ടും വോയിഡ് ആണ്. ഇവരെ നോക്കൂ, ഇവിടെ സജിത്ത് ആൻഡ് ഷമീർ. സജിത്ത് ഷമീറിന് 10,000 rupees കൊടുക്കാന്ന് പറഞ്ഞു. എങ്ങനെയാണെങ്കിൽ 2 parallel lines meet each other ആണെങ്കിൽ, 2 parallel lines തമ്മിൽ കൂട്ടിമുട്ടുവാണെങ്കിൽ 10,000 rupees കൊടുക്കാന്ന് പറഞ്ഞു. ഒരിക്കലും 2 parallel lines കൂട്ടിമുട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഇതിനെ ആസ്പദമാക്കിയിട്ടുള്ള കണ്ടിജന്റ് കോൺട്രാക്ട് എന്താണ്? വോയിഡ് ആണ്. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് ഡിഫറൻസ് ബിറ്റ്വീൻ വേജർ ആൻഡ് കണ്ടിജന്റ് കോൺട്രാക്ട്സ്. വേജറിൽ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാല്, വേജറിൽ മ്യൂച്വൽ ആയിട്ടുള്ള പ്രോമിസസ് ഉണ്ട് അല്ലെ. അത് ഇപ്പൊ 2 പേര് തമ്മിൽ ബെറ്റ് വെക്കുകയാണ് അല്ലെ. ഒരാൾ പറയാം ഞാൻ വിൻ ചെയ്താൽ നീ പൈസ തരണം, അല്ലെങ്കിൽ നീ വിൻ ചെയ്താൽ ഞാൻ പൈസ തരാം. 2 പേരും മ്യൂച്വൽ ആയിട്ട് പ്രോമിസ് ഉണ്ട്. പക്ഷെ കണ്ടിജന്റ് കോൺട്രാക്റ്റിൽ ഒരാൾ മാത്രമേ പ്രോമിസ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, ഇനി രണ്ടാമത്തെ ഡിഫറൻസ് എന്താണ്? ഒരു അൺസർട്ടൺ ഇവന്റിനെ ബേസ് ചെയ്തിട്ടാണ് വേജർ വരുന്നത്. അതിൽ 2 പാർട്ടീസിനും മ്യൂച്വൽ ആയിട്ടുള്ള ഡിഫറെന്റ് വ്യൂസ് ആണ്. ഒരാളത് നടക്കുമെന്നും ഒരാളത് നടക്കില്ല എന്നുമാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ 2 മ്യൂച്വലി ഡിഫറെന്റ് ആയിട്ടുള്ള വ്യൂസ് ഒരു അൺസർട്ടൺ ഇവന്റിനെ ബേസ് ചെയ്തിട്ടാണ് വേജർ. പക്ഷെ കണ്ടിജന്റ് കോൺട്രാക്റ്റില് ഒരു ഇവന്റ് അത് സർട്ടണോ അൺസർട്ടണോ, അത് ഹാപ്പനിങ്ങോ നോൺ ഹാപ്പനിങ്ങോ ഏതെങ്കിലും ഒരെണ്ണത്തിനെ ബേസ് ചെയ്തിട്ടാണ് കണ്ടിജന്റ് കോൺട്രാക്ട് ഫോം ചെയ്യുന്നത്. ഓക്കെ, ഇനി മൂന്നാമത്തെ ഡിഫറൻസ്, വേജറിൽ 2 പാർട്ടീസും തമ്മിൽ പെർഫോം ചെയ്യാൻ നോക്കുന്നു. കണ്ടിജന്റ് കോൺട്രാക്റ്റിൽ ഒരു പാർട്ടി മാത്രം പെർഫോം ചെയ്യാനുള്ള ഒബ്ലിഗേഷൻ, ബാധ്യതയുള്ളൂ. ഓക്കെ, ഇനി നാലാമത്തെ ഡിഫറൻസ്, വേജർ കോൺട്രാക്ട് വോയിഡ് ആണ്, കണ്ടിജന്റ് കോൺട്രാക്ട് ഇസ് വാലിഡ് ആണ് unless or otherwise it is declared by the law to be void. ഇനി അഞ്ചാമത്തെ ഡിഫറൻസ് പറയുന്നത് എന്താണ്? in contingent contract the parties are interested in the occurrence or non-occurrence of the event, whereas in case of wager
The parties are not interested in the uncertain event, they are only interested in the money. അല്ലേ? ഇപ്പം കണ്ടീഷനിൽ എന്തെങ്കിലും ഒരു കാര്യം നടക്കോ നടക്കാതിരിക്കുകയോ അതിനെ ആസ്പദമാക്കിയിട്ടാണ് കോൺട്രാക്ട് ഉണ്ടാവുക. ഇപ്പൊ രണ്ട് പാർട്ടീസും അത് നോക്കിക്കാണും. പക്ഷെ വേജറിൽ പാർട്ടീസ് ഒന്നും അത് അവർ പറഞ്ഞ അൺസർട്ടൻ ഇവന്റ് നോക്കിക്കാണില്ല, അവർ ആ പൈസ മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ. ഇതാണ് വേജർ ആൻഡ് കണ്ടീജന്റ് കോൺട്രാക്ട് തമ്മിലുള്ള വ്യത്യാസം. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ള ടോപ്പിക്കാണ് പെർഫോമൻസ് ഓഫ് കോൺട്രാക്ട്. എന്താണ് പെർഫോമൻസ് ഓഫ് കോൺട്രാക്ട്? Performance of contract means it consists of doing or causing to be done what the promiser has promised. ഒരു കോൺട്രാക്റ്റിലെ പ്രോമിസർ ഉണ്ട്, പ്രോമിസി ഉണ്ട്. പ്രോമിസർ എന്താണ് പ്രോമിസ് ചെയ്തിട്ടുള്ളത് അത് നടപ്പിലാക്കുന്നതാണ്, അതിനെയാണ് പെർഫോമൻസ് എന്ന് പറയുന്നത്. ഒരു കോൺട്രാക്ട് ഫോം ചെയ്ത് കഴിയുമ്പോൾ നെക്സ്റ്റ് സ്റ്റേജ് ആണ് പെർഫോമൻസ്. അതില് എന്താണോ ഓഫർ ചെയ്തിട്ടുള്ളത് അതാണ് പെർഫോം ചെയ്യേണ്ടത്. ഓക്കെ, ഒരു കോൺട്രാക്ട് ഫോം ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഈ പ്രോമിസർക്ക് ഒരു ലീഗൽ ഒബ്ലിഗേഷൻ ഫോം ചെയ്യുന്നുണ്ട്, ഒരു നിയമബാധ്യത ഫോം ചെയ്യുന്നുണ്ട്. അത് പ്രകാരം അയാൾ എന്താണ് ഓഫർ ചെയ്തിട്ടുള്ളത് അയാൾ അത് പെർഫോം ചെയ്യണം. അപ്പൊ കോൺട്രാക്ട് ഫോം ചെയ്യുമ്പോൾ തന്നെ ഏതൊരു പ്രോമിസറും ഇങ്ങനെയുള്ള ലീഗൽ ഒബ്ലിഗേഷന് ബാധ്യസ്ഥ ഉള്ള ആളാണ്. അയാൾ എന്താണോ പ്രോമിസ് ചെയ്തിട്ടുള്ളത് അയാളത് കൃത്യമായിട്ട് ഏത് സമയത്ത് ഏത് സ്ഥലത്ത് ഏത് രീതിയിലാണോ അത് പെർഫോം ചെയ്യേണ്ടത് അത് അതുപോലെ തന്നെ പെർഫോം ചെയ്യണം. ഓക്കെ, സോ കോൺട്രാക്ട് ഫോം ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ആ കോൺട്രാക്ടിന്റെ എല്ലാ ടേംസും ഫുൾഫിൽ ചെയ്തിട്ടുണ്ടാവും. അത് ഫുൾഫിൽ ചെയ്ത ശേഷം തീർച്ചയായിട്ടും അതിന്റെ പ്രോമിസർ, ആ കോൺട്രാക്റ്റിലെ പ്രോമിസർ എന്ത് ചെയ്യണം, ആ കോൺട്രാക്ടിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രോമിസ് പെർഫോം ചെയ്യണം. ഓക്കെ, സോ അതാണ് നമ്മുടെ പെർഫോമൻസ്. ഫോർ എക്സാമ്പിൾ ഇവിടെ നോക്കുകയാണെങ്കിൽ മിഥുൻ എന്ത് ചെയ്തു? ഹി പ്രോമിസ്ഡ് മിഥുൻ ടു ഡെലിവർ 100 bags of wheat, ഗോതമ്പ് 100 ബാഗ് ഗോതമ്പ് മിഥുന് ഡെലിവറി ചെയ്യാൻ തീരുമാനിച്ചു. ഓക്കെ, സോ and promises to pay rupees 1 lakh, 1 ലക്ഷം രൂപ പ്രോമിസ് ചെയ്യാണ്. ഈ 100 ബാഗ് റൈസ് ഡെലിവറി ചെയ്താൽ 1 lakh rupees പ്രോമിസ് ചെയ്യാണ്. The contract is said to be performed when David delivers 100 bags of wheat to Midhun. അപ്പൊ മിഥുന് 100 ബാഗ് റൈസ് വീറ്റ് ഡെലിവറി ചെയ്യാന്നുള്ളതാണ് പെർഫോമൻസ്. അത് പെർഫോം ചെയ്ത് കഴിയുമ്പോൾ തന്നെ മിഥുൻ എന്ത് ചെയ്യും? 1 lakh rupees കൊടുക്കും. ഓക്കെ, അപ്പൊ പെർഫോമൻസ് ഓഫ് കോൺട്രാക്ട് വെച്ചാൽ when contract is formed, after that the promiser should perform what he had promised at the right place in the right manner. Okay, so അതാണ് performance of contract. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ കോൺട്രാക്ട് ആരാണ് പെർഫോം ചെയ്യേണ്ടത് അതിനെ കുറിച്ചാണ് പറയുന്നത്. ഒരു കോൺട്രാക്റ്റില് സ്വാഭാവികമായിട്ടും ഒരു പ്രോമിസറും ഒരു പ്രോമിസിയാണ് ഉണ്ടാവുക. അതിൽ പ്രോമിസറാണ് പ്രോമിസ് ചെയ്യുന്നത്. സോ പ്രോമിസ് ചെയ്യുന്ന പ്രോമിസർ തന്നെയാണ് അത് പെർഫോം ചെയ്യേണ്ടത്. ഇനി ഇൻ കേസ് ആ പ്രോമിസർക്ക് അത് പെർഫോം ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പ്രോമിസറോ ആ പ്രോമിസറുടെ റെപ്രസെന്റേറ്റീവിനോ ഒരു കമ്പീറ്റന്റ് ആയിട്ടുള്ള വ്യക്തിനെ വെക്കാം ആ പ്രോമിസ് പെർഫോം ചെയ്യാനായിട്ട്. അപ്പൊ ആ ഒരു രീതിയിൽ നമ്മളുടെ പ്രോമിസ് കോൺട്രാക്ട് പെർഫോം ചെയ്യേണ്ടത് 3 വിഭാഗത്തിലുള്ള ആൾക്കാരാണ്. ദാറ്റ് ഈസ് ദ പ്രോമിസർ ഡയറക്ട്ലി ഓർ ഹിസ് ഏജന്റ് ഓർ ഹിസ് ലീഗൽ റെപ്രസെന്റേറ്റീവ്. അയാളുടെ നിയമപരമായിട്ടുള്ള പ്രതിനിധിക്കോ അയാളുടെ ഒരു ഏജന്റിനോ അല്ലെങ്കിൽ പ്രോമിസർക്ക് തന്നെ എന്ത് ചെയ്യാം? ആ കോൺട്രാക്ട് പെർഫോം ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് അതിൽ ഓരോരുത്തരെ കുറിച്ച് നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ നോക്കുന്ന പ്രോമിസറെയാണ്. ഒരു കോൺട്രാക്റ്റിൽ സ്വാഭാവികമായിട്ടും ഒരു പ്രോമിസറും പ്രോമിസി ഉണ്ടാവും. പ്രോമിസറാണ് പ്രോമിസ് ചെയ്യുന്നത്. സോ പ്രോമിസ് ചെയ്യുന്ന പ്രോമിസർ തന്നെയാണ് എന്ത് ചെയ്യേണ്ടത്? ആ പ്രോമിസ് പെർഫോം ചെയ്യേണ്ടത്.
ഇനി ചില പർട്ടിക്കുലർ കോൺട്രാക്റ്റില് ഒരു പ്രോമിസറുടെ പ്രത്യേക കഴിവ് ആ പ്രോമിസിൽ യൂട്ടിലൈസ് ചെയ്യേണ്ടതായിട്ട് വന്നാൽ തീർച്ചയായിട്ടും ആ പ്രോമിസർ തന്നെയാണ് ആ കോൺട്രാക്ട് പെർഫോം ചെയ്യുന്നത്. വേറെ ആർക്കും അത് പെർഫോം ചെയ്യാനുള്ള ബാധ്യത ഇല്ല. അയാളുടെ പിൻഗാമികൾക്ക് ആർക്കും തന്നെ പ്രത്യേകിച്ചും അയാളുടെ പ്രോമിസ് പെർഫോം ചെയ്യാനുള്ള ബാധ്യത ഇല്ല. if the contract requires the special skills of the promiser. Okay, ഇപ്പം ഒരു എക്സാമ്പിൾ ഇവിടെ പറയാണ്, സുധി ഒരു ആർട്ടിസ്റ്റ് ആണ്, അദ്ദേഹം വിനീത് എന്ന് പറഞ്ഞ ഒരാൾക്ക് ഒരു പെയിന്റിങ് വരച്ചു കൊടുക്കാമെന്ന് പ്രോമിസ് ചെയ്യുന്നു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി സുധി എക്സ്പയർഡ് ആയിപ്പോയി. അപ്പം അയാളുടെ പിൻഗാമികൾക്ക് ആർക്കും തന്നെ ഈ ഒരു പടം വരച്ചു കൊടുക്കാൻ, വിനീതിന് ഒരു പടം വരച്ചു കൊടുക്കാനുള്ള ബാധ്യത ഉണ്ടാവുന്നില്ല. ബിക്കോസ് സുധിയുടെ മാത്രം ഒരു പ്രത്യേക കഴിവ് അതിനാവശ്യമുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് സുധിക്ക് മാത്രമേ ആ ബാധ്യത ഉള്ളൂ, ബാക്കി ആർക്കും അതിന്റെ ബാധ്യത ഇല്ല. ഇപ്പൊ ഇതാണ് പ്രോമിസ്. ഇനി ബാക്കിയുള്ള ഏജന്റിനെ കുറിച്ച്, ലീഗൽ റെപ്രസെന്റേറ്റീവിനെ കുറിച്ച് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. സോ ഇത്രയാണ് നമ്മളുടെ ഇന്നത്തെ സെഷനിൽ. ഇനി ബാക്കി നമുക്ക് അടുത്ത സെഷനിൽ കാണാം. സോ ടിൽ ദെൻ ബൈ, all of you take care. Okay, bye.